الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് സമ്പത്ത്. അനുഗ്രഹമായിട്ടും അതൊരു ഫിത്നയായും ഒരു പരീക്ഷണമായും അള്ളാഹു നൽകുമെന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ നന്ദിപൂർവം അനുഗ്രഹദാതാവിനെ സ്മരിക്കുകയും അത് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ പല വചനങ്ങളിലൂടെ ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന സൂറത്തുൽ മുനാഫിഖൂന്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്ത്, സന്താനങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളാണ്. ഇത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, ദൈവബോധത്തിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. കാരണം നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ പലപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന, ധർമ്മനിഷ്ഠയിലായിക്കൊണ്ട് ജീവിക്കുന്നതിൽ നിന്നും നമ്മെ വഴിതിരിച്ചു വിടുന്ന ഘടകമാണ്. പല തിരക്കുകളും പല ന്യായങ്ങളും പറഞ്ഞ് നമസ്കാരം ഖളാ ആക്കാനും, നോമ്പെടുക്കാതിരിക്കാനും, സകാത്ത് കൊടുക്കാതിരിക്കാനും, ജീവകാരുണ്യം, അതുപോലെ തന്നെ നന്മകളിൽ ദഅവ പോലെയുള്ള സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ നമ്മൾ പഴുതുകൾ കണ്ടെത്തുന്നത് പലപ്പോഴും തിരക്കുകൾ പറഞ്ഞാണ്, ദുനിയാവിന്റെ തിരക്കുകൾ പറഞ്ഞാണ്. വിശ്വാസികളാണെങ്കിൽ അള്ളാഹു പറയാ, നിങ്ങളെ ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ചും അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ അശ്രദ്ധരാക്കരുത്. ഇനി ആരെങ്കിലും ഈ രൂപത്തിൽ അശ്രദ്ധരായിക്കൊണ്ട്, പരലോകത്ത് മറന്നുകൊണ്ട്, നമ്മുടെ അനുഗ്രഹദാതാവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അത് അപകടകരമാണ്. അവർ പരാജയത്തിലേക്കുള്ള യാത്രയിലാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് സൂറത്തു നൂറിന്റെ 37-ാമത്തെ വചനം അല്ലാഹു പഠിപ്പിക്കുന്നിടത്ത് പറയുന്നത് കാണാം, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത് يخافون يوما تتقلب فيه القلوب والأبصار. ചില ആളുകൾ, അവർ വിശ്വാസികളാണ്, അവരുടെ കച്ചവടം, അവർ കച്ചവടം ചെയ്യാത്തവരല്ല, അവർ ബിസിനസ് നടത്താത്തവരല്ല, അവർ സമ്പാദിക്കാത്തവരല്ല, പക്ഷേ അവരുടെ കച്ചവടവും അവരുടെ ബിസിനസ്സും അവരുടെ തിരക്കുകളും ഒന്നും അന്തിക്കിരില്ല. ദൈവസ്മരണയിൽ നിന്ന്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന്, ഒരു തഖ്വയോടുകൂടെയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൽ നിന്നും അവരെ അശ്രദ്ധരാക്കുന്നില്ല. നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് അവരുടെ കച്ചവടം അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ല, അവരുടെ തിരക്കുകൾ അവരെ തടയുന്നില്ല. സകാത്ത് കൊടുക്കുന്നതിൽ നിന്ന് അവരെ ഇത് തടയുന്നില്ല. കാരണം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും ഒക്കെ ഇളകി മറയുന്ന ഭീകരമായ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു ദിവസത്തെ യഖാഫൂൻ, അവർക്കറിയാം, അവർ അതിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോകം മാത്രമല്ല, എന്റെ കണ്ണടഞ്ഞാൽ എനിക്കെത്താനുള്ളത് പരലോകമാണ്. അവിടെ എഴുന്നേറ്റ് നിന്ന് റബ്ബിന്റെ മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാൻ ഒറ്റക്കാണ്. അവിടെ എനിക്ക് എന്റെ സമ്പത്ത് ഉപയോഗപ്പെടില്ല, എന്റെ കച്ചവടം ഉപയോഗപ്പെടില്ല, എന്റെ സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടില്ല. അവിടേക്ക് വേണ്ടി കൂടെ ഞാൻ സമ്പാദിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്കുണ്ടാകും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസിയുടെ അടയാളമായി പറയുന്നത്. പക്ഷേ മനുഷ്യർ, നമ്മളൊക്കെ കാണുന്നത് പോലെ ഇതിൽ നിന്നും വ്യതിരക്തനാണ്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പലയിടങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് കഠിനമായ ആഗ്രഹമുള്ളവനാണ്, കഠിനമായ ഇഷ്ടമുള്ളവനാണ് മനുഷ്യൻ. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് സൂറത്തുൽ ഫജ്റിൽ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, ധനത്തെ നിങ്ങൾ
അമിതമായ തോതിൽ സ്നേഹിക്കുന്നു. അള്ളാഹു അവിടെയൊക്കെ പ്രയോഗിച്ച പ്രയോഗം അങ്ങനെയാണ്. ഹുബ്ബൻ ഷദീദ്, കഠിനമായ സ്നേഹം. ഹുബ്ബൻ ജമ്മ, അമിതമായ തോതിലുള്ള സ്നേഹം ധനത്തോട്. ഈ രൂപത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ വാദിയ, മനുഷ്യന് ഒരു താഴ്വരയുണ്ടായിരുന്നെങ്കിൽ, മിൻ ദഹബിൻ, സ്വർണത്താലുള്ള, സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ, കണ്ണെത്താ ദൂരത്തോളമുള്ള സ്വർണത്തിന്റെ ഒരു താഴ്വര എനിക്കോ നിങ്ങൾക്കോ ലഭിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, മറ്റ് രണ്ടാമത്തെ ഒരു വാദി കൂടെ, രണ്ടാമത്തെ ഒരു താഴ്വര കൂടെ എനിക്ക് സ്വർണത്തിൻ്റെതായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. ഇതാണ് മനുഷ്യൻ. വലയം ലഅഫാഹു ഇല്ല തുറാബ്, അവന്റെ വയറ് നിറക്കുന്നത്, അവന്റെ വാ നിറക്കുന്നത്, അവന്റെ ആഗ്രഹം അടയുന്നത് ഇല്ല തുറാബ്, മണ്ണ് കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. ഖബറിലേക്ക് എടുക്കണം, മണ്ണിലേക്ക് വെക്കണം, അപ്പോഴേ തീരു. അതുവരെ എത്ര വരെയാണ് ആ പെരുമ നടിക്കൽ, എത്രയാണ് ഈ ധനത്തോടുള്ള ആഗ്രഹം, ഞാൻ തന്നെ എല്ലാം സമ്പാദിക്കുന്നു എന്റേത് എന്നുള്ള ആ ആഢ്യത്വം, അഹങ്കാരം, കിബറ്, ഇതൊക്കെ എത്ര കാലമാണ്? ആളുകൾ നമ്മയും ചുമലിലേറ്റി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. അതുവരെ അവടോടുകൂടി എല്ലാം അവസാനിക്കും. അതുവരെയാണ് മനുഷ്യന്റെ ഈ ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ഈ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം എന്താ? എന്റെ സമ്പത്ത്, എന്റെ കച്ചവടം, എന്റെ കൃഷി, എന്റെ സമ്പാദ്യങ്ങൾ, എന്റേത് എന്റേത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, മനുഷ്യ വഹല്ലക യബ്ന ആദമ മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നി, എന്തുണ്ട് മനുഷ്യ നിനക്ക് നിന്റേതെന്ന് പറയാൻ? ഇല്ലാ മാ അകൽത ഫഅഫ്നി, നീ തിന്ന് തീർത്തതല്ലാത്തത്. തിന്നതാരതാ? അത് വേറെ ആരുമല്ല, അത് തിന്നു, അത് എന്റേതാണ്, അത് നിങ്ങളുടേതാണ്. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ധരിച്ചു നുരുമ്പിപ്പോയ നിന്റെ വസ്ത്രങ്ങൾ, അത് നിന്റേതാണ്, അത് നിന്റേതാണ്. ഔ തസദ്ദഖത ഫഅംദീത്, അല്ലാഹ് നൽകിയ ധനത്തിൽ നിന്ന് പാവങ്ങളെ സഹായിച്ച് സ്വതക്ക കൊടുത്തു, അങ്ങനെ അത് തീർന്നുപോയി, അതും നിന്റേതാണ്. ഇതാണ് നിന്റേത് എന്ന് പറയാനുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ സ്വഭാവം അല്ലാഹ് പറയുന്നത് ഇങ്ങനെയാ, ഈ ധനത്തോടുള്ള അമിതമായ ആഗ്രഹം. പക്ഷെ ഒരു വിശ്വാസിയോട് അല്ലാഹ് പറഞ്ഞു ഇങ്ങനെയാവരുത് എന്ന്. ഈ ഒരു മാനസികാവസ്ഥ വെച്ചു പൊറുപ്പിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്തും ചെയ്യും എന്നുള്ളതാണ്. എന്തും ചെയ്യും, ഏത് രൂപത്തിലും പണം സമ്പാദിക്കണം, എനിക്ക് ധനവാനാകണം, എനിക്ക് സമ്പന്നനാവണം, എനിക്ക് എന്റെ നാട്ടിലെ സമ്പന്നരോട് മത്സരിക്കണം, അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. കൊല്ലണോ കൊല്ലാം, കൊള്ള നടത്തണോ കൊള്ള നടത്താം, മോഷ്ടിക്കണോ മോഷ്ടിക്കാം. ഹറാമും ഹലാലും പരിഗണിക്കാത്ത ഒരു ജീവിതക്രമത്തിലേക്ക് ഈ ശൈത്വാനിയത്തായ സ്വഭാവം എന്റെ മനസ്സിനകത്തേക്ക് വരുന്നതോടുകൂടെ ഞാൻ വഴിമാറി സഞ്ചരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ പിന്നെ ഹക്കിനോ ഹലാലിനോ ഹറാമിനോ പ്രസക്തിയില്ല, ഹക്കിനോ ബാത്തിലിനോ പ്രസക്തിയില്ലാത്ത ഒരു ജീവിതം. എങ്ങനെയെങ്കിലും എനിക്ക് സമ്പാദിക്കണം, എനിക്ക് സുഖിച്ച് ജീവിക്കണം, എനിക്ക് ആനന്ദിച്ച് ആർമാദിച്ച് ജീവിക്കണം. അതോടുകൂടെ മതത്തിന്റെ വിധിവിലക്കുകളൊക്കെ അവൻ അവഗണിക്കും. ഖുർആനിന്റെ ആയത്തുകൾ, പ്രവാചകന്റെ ചര്യകൾ, പ്രവാചകന്റെ തിരുവചനങ്ങൾ, അതൊക്കെ അവൻ തൽക്കാലം മാറ്റിവെക്കും. എന്നിട്ട് നമുക്ക് തോന്നിയ ഒരു റൂട്ടിലൂടെ അവർ സഞ്ചരിക്കും. ഹറാമായ പല സമ്പാദ്യങ്ങൾക്കും പിറകെ മനുഷ്യർ പോകാനുള്ള കാരണം എന്താ? അറിയാത്തത് കൊണ്ടാണോ ഹറാമാണെന്ന്? പലിശയാണ് എന്നറിയാത്തത് കൊണ്ടാണോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട് എന്നിട്ട് അറിയാത്തത് കൊണ്ടാണ്. ഖുത്ബകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, തഫ്സീറുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, വഅളുകളിലൂടെ, ഖുർആൻ ക്ലാസുകളിലൂടെ നിരന്തരം നമ്മൾ കേൾക്കുന്ന അത്തരം വിഷയങ്ങളിലേക്ക് പോലും മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർ ചെന്നെത്തുന്നത്, അതൊരു സമ്പാദന മേഖലയായിക്കൊണ്ട് തെരഞ്ഞെടുക്കുന്നത് ഇത് അറിയാത്തത് കൊണ്ടല്ല.
മറിച്ച് മനുഷ്യൻ ഇതിനെ അമിതമായി എങ്ങനെയെങ്കിലും സമ്പന്നനാവണം, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. അതിന് പലിശയുമായി ബന്ധപ്പെടുന്നത് പ്രശ്നമല്ല. അതിന് ഹറാമായ ചൂതാട്ടവും ലോട്ടറിയുമായി ബന്ധപ്പെടുന്നത് പ്രശ്നമല്ല. എത്രയെത്ര മെമ്പർമാരാണ് മുസ്ലിം സമുദായത്തിലെ ആളുകൾ ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ. ഹറാമായ സമ്പാദ്യ മേഖലകളിൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നവർ. നോക്കൂ, വിശുദ്ധ ഖുർആൻ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്തു മാഇദയിലെ 90-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹു പറയുന്നു, മദ്യവും ചൂതാട്ടവും പ്രശ്നം വെച്ച് നോക്കൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ പൈശാചിക വൃത്തികളാണ്, തിന്മകളാണ്. പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണോ, നിങ്ങൾ വിശ്വാസികളാണോ, അത് നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം. അത്തരം ശീലങ്ങളുണ്ടോ, അത്തരം സ്വഭാവങ്ങളുണ്ടോ, ആ രൂപത്തിലുള്ള ഇടപാടുകളും ക്രയവിക്രയങ്ങളുമാണോ വിശ്വാസികളെ നിങ്ങൾ നടത്തുന്നതെങ്കിൽ വിജയം നിങ്ങൾക്കില്ല. വിജയം വേണോ, വിജയിക്കണമെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം. നോക്കൂ, മൈസിർ അള്ളാഹു പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്. എന്താണ് മൈസിർ? അധ്വാനമില്ലാതെ, പ്രയാസപ്പെടാതെ, എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള ഏർപ്പാട്. ഇതിനെയാണ് മൈസിർ എന്നറിയപ്പെടുന്നത്. ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ ഇതിന്റെ ഗണത്തിലേക്ക് പെടുന്നതാണ്. എവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നമൽ ഖംറു വൽ മൈസിറു. എന്താ ഖംർ? മദ്യപാനം. അടുത്തത് പറഞ്ഞത് എന്താ? ലോട്ടറി, ചൂതാട്ടം, മൈസിർ. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറഞ്ഞത്. പക്ഷെ നമ്മൾ പറയോ, എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ഭർത്താവ്, എന്റെ ഉപ്പ സ്ഥിരമായി മദ്യപിക്കാറുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ പറയാൻ മാന്യതയുള്ള നമുക്കാർക്കെങ്കിലും സാധിക്കോ? ഇല്ല. പക്ഷേ ഈ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരായ നമ്മളിൽ പലർക്കും മടിയില്ല. എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ഉപ്പ, എന്റെ ഭർത്താവ് കാലങ്ങളായി ലോട്ടറി എടുക്കുന്നവനാണ് എന്ന് പറയാൻ മടിയില്ലാത്തവരായി, ലജ്ജയില്ലാത്തവരായി നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ അറിയാത്തവരായി ഇരിക്കുന്നു നമ്മൾ. ഇതിന്റെ ഭവിഷ്യത്ത്, ഇതിന്റെ ഗൗരവം, ഇതിനെക്കുറിച്ച് അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ചത് എന്തുമാത്രം ഗൗരവമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാത്തവരാ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നു. മദ്യത്തോട് ചേർത്തിയിട്ടാ പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിർ, വൽ മൈസിർ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ അറിവില്ലായ്മയാണ് നമ്മെ ഇത്തരം അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ, നമ്മുടെ സമ്പാദ്യം മുഴുവനും ഹറാമാക്കി മാറ്റുന്നത് എങ്കിൽ, നമ്മുടെ ഇബാദത്തുകൾ പോലും എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതാ ഒരു മനുഷ്യൻ, അയാൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ്, യാ റബ്ബ്, അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാളുടെ പാനീയം ഹറാമാണ്, അയാളുടെ വസ്ത്രം ഹറാമാണ്. ഹറാമിലൂട്ടപ്പെട്ടവനാണ്. ലോട്ടറിയുടെ, പലിശയിലൂടെ, കൊള്ളയിലൂടെ, ആ രൂപത്തിൽ മറ്റുള്ളവരെ വഞ്ചിച്ചുണ്ടാക്കിയ സമ്പാദ്യത്താലാണ് അയാൾ ഭക്ഷണം കഴിക്കുന്നത്, അയാൾ വെള്ളം കുടിക്കുന്നത്. എന്നിട്ടോ പള്ളിക്കകത്തു വന്നിട്ട് യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, ഫഅന്നാ യുസ്തജാബു ലഹു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഫഅന്നാ യുസ്തജാബു ലഹു, ഇത്തരം മനുഷ്യരുടെ പ്രാർത്ഥനകൾ എങ്ങനെയാ റബ്ബിലേക്ക് ഉയർത്തപ്പെടുക? ഇന്ന് ന്യായീകരിക്കുന്നത് എങ്ങനെയാ ലോട്ടറിയെ? ലോട്ടറി എടുത്തിട്ട് കുറെ ആളുകൾ രക്ഷപ്പെടുന്നില്ലേ? ലോട്ടറി എടുത്തിട്ട് കുറെ ആളുകൾ സമ്പന്നരാകുന്നില്ലേ? ലോട്ടറി വിറ്റിട്ട് കുറെ കുടുംബങ്ങൾ ജീവിക്കുന്നില്ലേ? ലോട്ടറി വിറ്റിട്ട് പല ആളുകളും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ? എന്തെല്ലാം ന്യായീകരണങ്ങളാണ്! അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇത്തരം ലോട്ടറികൾ.
10-28 ആളുകൾ ചേർന്നിട്ട് ഒരൊട്ടകത്തിനെ വാങ്ങും. അവര് നറുക്കിടും. ആർക്കാണോ നറുക്ക് കിട്ടിയത് അയാൾക്ക് ആ ഒട്ടകത്തെ കൊണ്ടുപോകാം. പൈസ കൊടുക്കേണ്ടതോ ബാക്കിയുള്ള 27 ആളുകളും പൈസ കൊടുക്കണം. അയാൾ ഒന്നും കൊടുക്കണ്ട, അയാൾ കൊണ്ടുപോകും. മറ്റൊരു രൂപത്തിലുണ്ടായിരുന്നു. 28 ആളുകൾ കൂടിയിട്ട് ഒട്ടകത്തിനെ വാങ്ങും. അതിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള നറുക്കെടുപ്പുകൾ ഉണ്ട്. എന്നിട്ട് 3 ആളുകൾക്ക് ലഭിക്കുന്ന നറുക്ക് 0. അവരാണ് പണം കൊടുക്കേണ്ടത്. എന്നാലോ മറ്റുള്ളവർക്ക് 5, 7, 8 ഓഹരികൾ കിട്ടും നറുക്കെടുപ്പിനനുസരിച്ച്. പക്ഷെ അവർ അതിൽ നിന്നും ഒരൽപ്പം പോലും മാംസം എടുക്കാതെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യും. ലോട്ടറിയാണ്. ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഫത്വ ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് സഹാബാക്കൾ കടന്നു വന്നപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. നോക്കൂ, അവിടെയും ഖംറും മൈസിരും ചേർത്താ അല്ലാഹു പറഞ്ഞത്. പ്രവാചകരെ, അങ്ങയോട് ഖംറിനെ കുറിച്ച് മൈസിറിനെ കുറിച്ച് സഹാബാക്കൾ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. അതിൽ പല ഉപകാരങ്ങളും ഉണ്ട് അല്ലേ? എന്നാൽ ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ വമ്പിച്ച തോതിലുള്ള പാപമാണ്, തിന്മയാണുള്ളതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. അത് രണ്ടിലുമുള്ള ഉപകാരങ്ങൾ നിങ്ങൾക്ക് എണ്ണിപ്പറയാൻ സാധിച്ചാൽ അവയേക്കാൾ കൂടുതൽ അതിന്റെ തിന്മയാണ് ഏറ്റവും വലുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. സൂറത്ത് മാഇദയിലെ 91-ാമത്തെ വചനം. പൈശാചികമാണിത്. പിശാച് ഉദ്ദേശിക്കുന്നത് ഖംറിലൂടെ, മൈസിറിലൂടെ, ചൂതാട്ടത്തിലൂടെ നിങ്ങളിൽ വിദ്വേഷം ഉണ്ടാക്കാൻ, അസൂയയുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. അങ്ങനെ നിങ്ങളെ ദൈവസ്മരണയിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള തഖ്വയോടുകൂടെയുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വഴിമാറ്റി സഞ്ചരിക്കാൻ, നിസ്കാരം അവസാനിപ്പിക്കാൻ. മുഅ്മിനീങ്ങളെ, നിങ്ങളോടാണ് അള്ളാഹുവിന്റെ ചോദ്യം, നമ്മളോടാണ് അള്ളാഹുവിന്റെ ചോദ്യം. അവസാനിപ്പിക്കാറായിട്ടില്ലേ നിങ്ങൾക്ക് എന്നുള്ള ചോദ്യത്തിന് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അതേ റബ്ബേ എന്ന് ഉത്തരം പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഹലാലായ റൂട്ടിലൂടെ ഹറാമും ഹലാലും പരിഗണിച്ചുകൊണ്ട് ഹക്കും ബാത്തിലും അന്വേഷിച്ച് പഠിച്ചു മനസ്സിലാക്കി ഒരു മുത്തഖിയായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഇൻ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാതെ പരലോകത്ത് ഒരു വ്യക്തിക്കും തൻ്റെ കാല് ഒന്ന് മുന്നോട്ട് അനക്കാൻ സാധ്യമല്ല. അതിൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ മാലിഹി, നമ്മുടെ സമ്പത്തിനെ കുറിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സമ്പാദ്യത്തെ കുറിച്ചാണ്. എന്താണ് ചോദ്യം? മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ. എവിടെ നിന്നാണ് നീ ഇത് സമ്പാദിച്ചത്? എവിടെ നിന്ന് കിട്ടി? ഹലാലിലൂടെയാണോ? അധ്വാനിച്ചതാണോ? എങ്ങനെ കിട്ടി? വഫീമ അൻഫഖ, നീ എങ്ങനെ ഇത് ചെലവഴിച്ചു? ഈ 2 ചോദ്യത്തിനും മറുപടി പറയേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതില്ലാതെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നും നമ്മുടെ കാൽ ഒന്ന് മുന്നോട്ട് ചലിപ്പിക്കാൻ പോലും സാധ്യമല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുക. നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും നമ്മുടെ മക്കൾക്ക് നാം നൽകുന്നതും നമ്മുടെ കുടുംബത്തിന് നാം നൽകുന്നതുമൊക്കെ ഹലാലാണ് എന്ന് വിശ്വാസികൾ ഉറപ്പുവരുത്തുക. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്,
അല്ല, നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹുവിലേക്ക് ഉയരണമെങ്കിൽ ഹറാമ് തിന്നുന്നവരാവണം, ഹലാല് തിന്നുന്നവരാവണം, ഹലാല് ധരിക്കുന്നവരാവണം, ഹലാല് കുടിക്കുന്നവരാവണം, ഹലാലിലൂടെ ജീവിക്കുന്നവരാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.